ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ബാംഗ്ലൂർ സിറ്റിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്ന ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയത് ഒരു 4:30 ആയപ്പോഴാണ്. ഇവിടെ ഇപ്പോൾ ടൈമിങ്സ് ചെറിയ ഡിഫറൻസ് ഉണ്ട്, സിറ്റുവേഷൻ എല്ലാം കാരണം. ഇപ്പോൾ ഈവനിങ് ടൈം ഇവിടെ എൻട്രി എന്ന് പറയുന്നത് 4 to 7 PM ആണ്. ഇപ്പോൾ ഇതിന് ഈ ബൊട്ടാണിക്കൽ ഗാർഡന് 4 ഗേറ്റാണുള്ളത്. ഞങ്ങൾ എൻട്രി ചെയ്തത് നോർത്ത് ഗേറ്റ് വഴിയാണ്. അപ്പോൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എൻട്രി പാസ് എടുക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് എൻട്രി പാസ് എന്ന് പറയുന്നത് 25 രൂപയാണ്. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചത് ഹൈദർ അലിയാണ് 1960. ഹൈദർ അലിക്ക് ശേഷം ഹൈദർ അലിയുടെ അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനാണ് പിന്നീട് മോഡിഫൈ ചെയ്ത് അടിപൊളിയാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറും കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ല ഇത്. എനിക്ക് തോന്നുന്നു രാവിലെ വരെ വൈകുന്നേരം വരെ കണ്ടാലും ഈ സ്ഥലം അത്രമാത്രം വലുതാണ്. ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പം നേരത്തെ എല്ലാം ഇവിടെ എൻട്രി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആയിരുന്നു. ഇപ്പോഴാണ് ടൈമിങ്സിന് ചെറിയ ചേഞ്ച് വന്നത്. ഈ ഗാർഡൻ മൊത്തം ഒരു 240 ഏക്കറിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ടൈം എടുക്കും നമ്മൾ ഫുൾ എല്ലാ ഭാഗവും കണ്ടു തീരാനായിട്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലെ സൗത്ത് പാർട്ടിലായിട്ടാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഗാർഡന് മൊത്തം 4 ഗേറ്റാണുള്ളത്. ഞങ്ങളിതിനെ നോർത്ത് ഗേറ്റ് വഴിയാണ് എൻട്രി ചെയ്തത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഗേറ്റ് വഴി നമ്മൾ എൻട്രി ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഗ്ലാസ് ഹൗസിലേക്കാണ്. അപ്പോൾ ഇവിടെയുള്ള ഗ്ലാസ് ഹൗസ് മെയിൻലി ഫ്ലവർ എക്സിബിഷന് വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ ഫ്ലവർ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇയർലി ട്വൈസ് ആണ് നടക്കുന്നത്. അതിൽ ഈ വർഷം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇയർലി ട്വൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ ടൈമിലും പിന്നെ വരുന്നത് റിപ്പബ്ലിക് ഡേയുടെ ആ ടൈമിലുമാണ് വരുന്നത്. ഗ്ലാസ് ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ കാണാൻ നല്ല ഭംഗിയായിരുന്നു.
ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. മരങ്ങൾ മാത്രമല്ല, ഒരുപാട് കിളികളും ഒരുപാട് പക്ഷികളും അതുപോലെ അണ്ണാനൊക്കെ ഒരുപാട് കണ്ടിരുന്നു അവിടെ ചെന്നപ്പോൾ. പിന്നെ നമ്മൾ പോകുന്നത് ലാൽബാഗിൻ്റെ ഒരു പോണ്ടിലേക്കാണ്. ലോട്ടസ് പോണ്ട് എന്നാണ് പോണ്ടിൻ്റെ പേര്. പോണ്ടിൽ ഒരുപാട് മീനുകളുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. മരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത്രയധികം മരങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ബാംഗ്ലൂർ സിറ്റിയുടെ ശ്വാസകോശം എന്ന് ലാൽബാഗ് ഗാർഡൻ സിറ്റിയെ പറയുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഇവിടെ വരുമ്പോൾ ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. കാരണം മൊത്തം ആ വണ്ടികളുടെ ഒച്ചയും ബഹളവും അതുപോലെ തന്നെ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സൗണ്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ വരുമ്പോൾ കിളികളുടെയൊക്കെ നല്ലൊരു സൗണ്ടും നല്ലൊരു പ്രത്യേക നല്ലൊരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവില്ല. ബാംഗ്ലൂർ സിറ്റിയിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഫീലിങ്സ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് ഒക്കെ ഇവിടെ നമ്മളൊരു ബോർഡിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് സർവീസസ്, അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ, ആംബുലൻസ് സർവീസസ്, പോലീസ് സർവീസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ ഒരുപാട് സന്ദർശകർ ഡെയിലി വന്നുകൊണ്ടിരുന്നതാണ് ഇവിടെ. പക്ഷെ ഇപ്പോൾ സന്ദർശകരെല്ലാം വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്. മരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വെറൈറ്റി സ്പീഷീസിലുള്ള ചെടികളും മരങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഞങ്ങൾ പോയത് ഇവിടെ റോക്ക് ഹില്ലിലേക്കാണ്. അവിടെ ഒരു ടവറുണ്ട്, കെമ്പഗോഡ ടവർ. അപ്പോൾ ഈ റോക്ക് ഹില്ലിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവർ ഇവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും നല്ലത് ഫ്ലവർ ഷോസ് നടക്കുന്ന ടൈമിൽ വരുന്നതാണ്. ഫ്ലവർ ഷോസ് നടക്കുന്നത് ഇയർലി ട്വൈസ് ആണ്, ഓഗസ്റ്റിലും അതുപോലെ ജാനുവരിയിലും. ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അടുത്തായിട്ട്, പിന്നെ അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയുടെ അടുത്തായിട്ട് ജാനുവരിയിലും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നല്ല ഭംഗിയായിരിക്കും ഫ്ലവർ ഷോസിൽ. കാരണം ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ടാകും ആ ടൈമിൽ.
പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം, ലാൽബാഗ് എന്ന പേര് വരാൻ കാരണം, ഇവരിതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത് റെഡ് റോസസ് ആണ്. അപ്പോൾ റെഡ് റോസസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ റെഡിനെ നമ്മൾ ഹിന്ദിയിൽ ലാൽ എന്നാണല്ലോ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ലാൽബാഗ് എന്ന പേര് വന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ശില്പങ്ങളുണ്ടായിരുന്നു. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങളാണ്. അപ്പോൾ ഇത് ലോട്ടസ് ബുദ്ധയുടെ ശില്പമാണ്. നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 200 വർഷം പഴക്കമുള്ള നീലഗിരി ട്രീയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഒരുപാട് ശില്പങ്ങൾ, ഇത് പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളിൽ വച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരുപാട് ശില്പങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ചെന്നാൽ കാണാം ഒരുപാട് പക്ഷികളുണ്ട്. നമുക്ക് എപ്പോഴും തന്നെ ആ ഒരു പക്ഷികളുടെ സൗണ്ടായിരിക്കും അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് 1760-ലാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് 1960 എന്നാണ്, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്ന ഹൈദർ അലിയാണ്. അതിനുശേഷം ഇതിന് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയത് ടിപ്പു സുൽത്താനാണ്. പിന്നെ ഈ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മെയിൻ അട്രാക്ഷൻസ് ആണ് ഗ്ലാസ് ഹൗസ്, അതുപോലെ തന്നെ ലാൽബാഗ് റോക്ക്, ഫ്ലോറൽ ക്ലോക്ക്, പിന്നെ ലാൽബാഗ് ലേക്കും. അപ്പോൾ ഫ്ലോറൽ ക്ലോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ കുറേ സ്ഥലത്ത് കന്നഡയിലാണ് എഴുതിയിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ചുമ്മാ പറഞ്ഞതാണ്. കന്നഡയിൽ മാത്രമല്ല, ഹിന്ദിയിലും ഇംഗ്ലീഷിലും വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിലും കന്നഡയിൽ തന്നെയാണ് എഴുതിയിരുന്നത്. അപ്പം ഇപ്പോൾ സമയം ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പയ്യെ രാത്രിയാവാൻ തുടങ്ങിയിരുന്നു. ഇത് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻ്റാണ്. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നോക്കുന്നതെല്ലാം ഈ ഡിപ്പാർട്ട്മെൻ്റാണ്. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു പാർട്ട് ഇപ്പോൾ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനെല്ലാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരുപാട് മരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ശരിക്കും രാത്രിയായിരുന്നു. ശരിക്കും രാത്രിയായില്ല, ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാക്സിമം 7 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങണം. ഞാൻ ഇപ്പോഴത്തെ ടൈമിംഗ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഇത് ഒരു 8 മണിയൊക്കെ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു
ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ ഈ റോക്ക് ഹിൽ. ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഈ പ്ലേസോട് ഒന്ന് വിസിറ്റ് ചെയ്യണം. അതും ഒരു ഈവനിങ് ടൈം, ഒരു 6:30 ആ ടൈമിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് സൺസെറ്റ് എല്ലാം ഇവിടുന്ന് കാണുമ്പോൾ. ഇന്നത്തെ ലാൽബാഗ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ സമയം ഒരു 7 മണി 7:15 ആയി, നല്ല രാത്രിയായി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പയ്യെ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.